ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇന്ന് എനിക്ക് ഒരുപാട് സങ്കടമായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് വന്നത്. അതായത്, നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വയനാടിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അതായത് ഒറ്റ രാത്രി കൊണ്ട് കുറേ പേരുടെ ജീവനും വീടും പ്രിയപ്പെട്ടവരും സ്വപ്നങ്ങളൊക്കെ നഷ്ടമായ ഒരു രാത്രിയായിരുന്നല്ലേ? സത്യം പറഞ്ഞാൽ 6 ദിവസങ്ങളിൽ എനിക്കും പേടിയും സങ്കടവും ഒക്കെ വന്നിട്ട് ഉറക്കമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് അത് അതിജീവിച്ചു. കുറേ പേരുടെ ഹെൽപ്പും ഒക്കെ കിട്ടി അത് അതിജീവിച്ചങ്ങ് കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ വയനാട്ടിൽ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, അവിടെ ഉള്ളവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് എനിക്ക് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായത്. നിങ്ങൾക്കറിയാം, ഞാൻ എവിടെയും പോയിക്കുമ്പോൾ വീഡിയോ എടുക്കാറുണ്ട്, ചെറുതായിട്ടെങ്കിലൊക്കെ ഇടാറുണ്ടെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും വീഡിയോ എടുക്കാനോ ഒന്നും തോന്നിയില്ല. കാരണം അങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഒന്നാമത്തെ കാര്യം വീഡിയോ എടുക്കാനായിട്ട് അലോഡല്ല, രണ്ടാമത്തെ നമുക്ക് എടുക്കാൻ തോന്നത്തില്ല. കാരണം അവിടെ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴേ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പണ്ടൊക്കെ വയനാട്ടിൽ പോകുന്നതിന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പോൾ വയനാട്ടിൽ പോകാമെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴും ഞാൻ പോകണോ എന്ന് ചോദിച്ചൊരു സ്ഥലമാണ്. കാരണം എന്നെപ്പോലെ കുറച്ച് പേർക്കെങ്കിലും പേടിയുണ്ടാവും വയനാട്ടിൽ പോകാനായിട്ട്. അപ്പോൾ വയനാടെന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. കാരണം ടൂറിസം നടത്തി അങ്ങനെ ജീവിക്കുന്നവരാണ് കുറേ പേരും. ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിച്ച് വിറ്റ് അങ്ങനെ ജീവിക്കുന്ന കുറേ തൊഴിലാളികളുണ്ട് അവിടെ. പക്ഷേ ഇപ്പോൾ ടൂറിസം നടക്കാത്തതുകൊണ്ട് അവർക്ക് അത്രത്തോളം അവിടെ എന്താ പറയുക, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമുക്കത് നേരിട്ട് ചെന്ന് കണ്ടു കഴിയുമ്പോഴേ ആ ഒരു അവസ്ഥ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറേ അന്വേഷിച്ചു, കുറേ പേരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറേ പേരോടൊക്കെ ചോദിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അങ്ങനെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഷീറേസ് ഇന്നോവേഷൻ എന്ന് പറയുന്നിട്ട് അവർ ഒരു വയനാട് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അവർ ഡിസ്കസ് ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞ അവരുടെ പ്ലാൻ ഇങ്ങനെയായിരുന്നു. അതായത് അപ്പോൾ അവരുടെ പ്ലാൻ എന്ന് പറയുന്ന ഒരു മാനുഫാക്ചർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് അതൊരു ഇൻകം പ്ലാറ്റ്ഫോം കൂടി കൊണ്ടുവന്ന് അവരുടെ പ്രോഡക്റ്റ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് ഉൽപ്പാദകരെ കൊണ്ടുവന്ന് കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കുക എന്നുള്ള ശ്രമത്തിലാണ് അവർ. അപ്പോൾ ആ ഒരു പ്ലാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊരു ബ്രാൻഡ് അംബാസഡറായിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്തത്. ആ ഒരു തീരുമാനം. പിന്നെ നമുക്ക് പ്രോഡക്റ്റ് വരുന്നത് നമുക്ക് എല്ലാ പ്രോഡക്റ്റും വരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. പക്ഷേ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ടായിരിക്കും ഇപ്പം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷീറേസ് ഇന്നോവേഷൻ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അവർ ഉൽപ്പാദകർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതും. പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി എന്നിട്ട് അവരത് ജീവിച്ചു. അതുപോലെ ഇന്നും അവർക്ക് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അത് അവിടെ പോയി കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളോട്. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.